എസ് പി പ്രതികരിക്കുന്നു. അതിലേക്ക് ഇന്നലെ വൈകുന്നേരം ഏകദേശം 6 മണിക്ക് നമ്മുടെ ഓപ്പറേഷൻ ആഗിൻ്റെ ഭാഗമായിട്ട് ഒരു ആൻറ്റി സോഷ്യൽ ഒരു റൗഡി ഹിസ്റ്ററി ഷീറ്ററിൻ്റെ വീട് ആംഗമാലി പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു. സോ ആ സമയത്ത് ഈ RHSലെ കൂടെ ഏകദേശം ടോട്ടൽ 4-5 പേരുണ്ടായിരുന്നു. സോ അതിൽ 2 പേർക്ക് നമ്മൾ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു. പിന്നെ ബാക്കി 3 പേരിനെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി DIG സാറിന് അയച്ചിട്ടുണ്ട്. അത് പേര് പറയാൻ പറ്റിയിട്ടില്ല, കാരണം അത് ഒരു ഒഫീഷ്യലി നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. സോ 3 കോൺസ്റ്റബിൾ ആണ്, പിന്നെ ഒരു DYSP ലെവൽ ഓഫീസറാണ്. അത് റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളുണ്ട്, ഇപ്പോൾ തുറക്കായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ ആൻറ്റി സോഷ്യൽസ് ഗുണ്ടാസിനെതിരെ ഓപ്പറേഷൻ ആഗിൻ്റെ ഭാഗമായിട്ട് റെയ്ഡ് ഉണ്ടായിരുന്നു. സോ പ്രത്യേകിച്ചും ആ വീട് നമ്മുടെ ഈ സെർച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. സോ ഇന്നലെ വൈകുന്നേരം കുറച്ച് മൂവ്മെൻറ്റ് നോക്കുമ്പോൾ ഉടൻ തന്നെ പോലീസ് പോയിട്ട് അവിടെ റെയ്ഡ് നടത്തിയിരുന്നു. സോ അത് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മുടെ ജില്ലയിലുള്ള അത് സോ പോലീസ് സ്റ്റേഷനിലോട് കൊണ്ടുവന്നായിരുന്നു. നോ ഇത് ഈ എല്ലാവരും അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. പിന്നെ 2 DYSP അവിടെ ഉണ്ടായിട്ടില്ല ആ സമയത്ത്. പിന്നെ ഇത് ഈ 2 പേർക്ക് പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിരുന്നു. നമ്മൾ ബാക്കി 3 പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ട് ബാക്കി ഗൗരവമുള്ള നടപടികൾ നോ അപ്പം തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. നോ അത് നമുക്ക് വിശദമായി എൻക്വയറി ചെയ്തിട്ട് ശേഷം മാത്രം പറയാൻ പറ്റും. ഇപ്പോൾ തത്കാലമായി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ഞാൻ ഓൾറെഡി കൈമാറിയിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയുള്ള അല്ല, അത് മീഡിയയിൽ ഞാൻ കണ്ടിരുന്നു. 2 പേര് സസ്പെൻഡ് ആയിരുന്നു. സോ അത് ബന്ധപ്പെട്ട നടപടി ഉണ്ടാവും. അത് ഓൾറെഡി നമ്മൾ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. SP വൈഭവ് സക്സേനയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. നേരത്തെ ക്രൈംബ്രാഞ്ച് DYSP ഗുണ്ട സൽക്കാരത്തിൽ പങ്കെടുത്ത ഒരു വിവാദമുണ്ടായിട്ടുണ്ട്. ആ വിവാദത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ വൈഭവ് സക്സേന നടത്തിയത്.